ഇന്നലെ മഴയായിരുന്നു ഇങ്ങോട്ട്. അടിപൊളി തെന്നി കിടക്കുമായിരിക്കുമല്ലോ. മേളില് കയറി പോയാ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മുള്ളമ്പണ്ട് തുടങ്ങിയ ഓഫ് റോഡ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് നമ്മൾ തന്നെ മീ ആൻഡ് പൈറോ ഓൺലി, നമ്മൾ രണ്ടുപേര്, പിന്നെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ. സോ നമുക്കതായാലും പോകാം ഗൈസ്. ശാന്തമ്പാറ ചെന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആക്കും, കാരണം ഇടുക്കിയിൽ തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു ടോപ്പ് വ്യൂ പോയിന്റ് ആണ് നമ്മുടെ ഈ ഉച്ചിലക്കുത്ത് എന്ന് പറയുന്നത്. കുറേ വീഡിയോസൊക്കെ നമ്മൾ അവിടെ പോകുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഒരു വീഡിയോ കാണുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടഫസ്റ്റാണ് റൂട്ട്, നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വരുന്നത് തന്നെയുള്ളൂ. അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് തന്നെ പോകരുത് എന്നുള്ളൊരു കാര്യം അവിടെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു അഡ്വഞ്ചർ കൂടെ നമുക്ക് എടുക്കും. കുറേ നാളെ അഡ്വഞ്ചർ എടുത്തിട്ട് എഴുന്നേറ്റ് നോക്കിയാണ് എഴുന്നേറ്റ് ഉച്ചിലക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? ഉച്ചിലക്കുത്ത് இது பேத்தொட்டி இல்ல, குளத்துறை. அடுத்து பூப்பாறை, பூப்பாறைல இருந்து சாந்தாமரை, சாந்தாமரைல இருந்து இப்படி மேல ஒரு ரோடு கட் ஆகும். சாந்தாமரை உள்ள என்ட்ரன்ஸ்ல போலீஸ் ஸ்டேஷன் ஆப்போசிட்ல மேல ஒரு ரோடு கட் ஆகும். பேத்தொட்டி, பேத்தொட்டில இருந்து உச்சிலக்குத்து. பேத்தொட்டி டாப்பவே. കാണുന്ന മലയാണോ? അത് ഏതാ മൂടി പൊടി വന്നിട്ട് കയറാമെന്നാ കയറണം, അല്ലാതെ എന്ത് കണ്ട് ഇന്ന് അങ്ങനെയൊക്കെ ഇല്ല. ഒന്നും ആലോചിക്കണ്ട. പരിപാടി കണക്കാക്കാം. വണ്ടി പോയിട്ടുള്ള കാടുകൾ കാണുന്നുണ്ട്. ഫസ്റ്റ് റിവർ ക്രോസ്, പിന്നെ റിവർ ക്രോസ് നമ്മൾ പറഞ്ഞു.
ഉച്ചിലക്കുത്ത് മേളിലോട്ടാണോ? ഉച്ചിലക്കുത്ത് ഇന്നലെ മഴയായിരുന്നു ഇങ്ങോട്ട്. അടിപൊളി തെന്നി കിടക്കുമായിരിക്കുമല്ലേ? മേളില് കയറി പോകായിരിക്കുമല്ലേ? കറങ്ങാം. ഇഷ്ടംപോലെ കയറാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആരും വരാറുമില്ലേ? ചേട്ടാ ഈ ഉച്ചിലക്കുത്ത് മേളിൽ ഇന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരും പോലും പുറകെ വരുമായിരിക്കും അല്ലേ? ആരെങ്കിലുമൊക്കെ വരുമോ? ആണല്ലേ? കാണുന്ന വഴി നമ്മൾ കയറി വന്നോ? ദേവി വലിയൊരു ഫ്ലൈറ്റ് പേടിയിട്ടില്ല. ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒതുങ്ങി മാറിയില്ല. ഉണ്ട് ഈ മാച്ചടക്കിടക്ക് ഊരി ഊരി പോകുന്നത്. കയറി ഇറങ്ങി പോകുന്നത് റേഞ്ച് പോയി ഗൈസ്. റേഞ്ചില്ല, ഒരു കാര്യമില്ല. ഫോൺ എടുക്കുന്നത് കയറ്റി വെക്കാം. ഞാൻ ത്രില്ലിങ്ങിലാട്ടോ, ഞാൻ നല്ല ത്രില്ലാണ്. പൈറോ
ചെളി വണ്ടി ചെളിയാവും പക്ഷേ ഓഫ് റോഡ് പോകുമ്പോൾ ചെളി അതൊന്നും പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയിൻ സ്മോക്കറിൻ്റെ കാര്യം വെടി തീരാറായതുകൊണ്ടാണ് നമ്മൾ ഈ റൈഡ് ഇറങ്ങിയിട്ടുള്ളത്. സമയം ഏകദേശം എത്ര മണിയെന്ന് അറിയത്തില്ല. എന്നാലും ഇവിടെ മഴയും കൂടെ ആയിരുന്നു കേട്ടോ. ചെല്ലും ചെളി പൊളി വൈബ്. ഇടയ്ക്ക് അഡ്വഞ്ചർ എടുത്തിട്ട് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു. മൂട് കാണുമ്പോൾ നിസ്സാരമായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്, കാരണം വൈഡിലായതുകൊണ്ട്. പക്ഷെ വഴി കുറച്ച് സീനാട്ടോ. പൊളിമൂടാണ്. ദേ താഴെ ഇങ്ങോട്ടൊക്കെ നോക്കി ദേ വഴിയാട്ടോ നമ്മൾ കയറി വന്നേ. വഴി നോക്കി വഴിയോട്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ. കയറിപ്പോ മഞ്ഞാട്ടോ. മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ കുറേ നേരം ഇരിക്കുന്ന ഒരു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഓഫ് റോഡ് വണ്ടി എടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒരു എക്സ്പൾസോ അല്ലെങ്കിൽ സ്റ്റേലിനോ ഇടക്കോട്ടെ വഴി ഇതേ കിടക്കുന്നതാണ്. അത്യാവശ്യം സീനുള്ളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. എനിക്ക് ബാഗ് കൊണ്ടാണ് ഏറ്റവും സീൻ. നമുക്ക് സ്ട്രൈറ്റ് എടുത്ത് തന്നെ കയറാം. നേരെ സ്ട്രൈറ്റ് കയറിപ്പോ, അല്ലെങ്കിൽ സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹബ് കൂടുതലുണ്ട്. സ്ട്രൈറ്റ് കയറാം. റെഡിയാണോ? റെഡി? കിടക്കുന്ന സ്ഥലം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കിടക്കണം. അയ്യോ ഇത് ടാസ്ക് കേട്ടോ. നല്ല
ടാസ്ക് ഉണ്ട്. കയറിയാൽ മതിയായിരുന്നു. ചെടികൾ പാർസൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സീനാണുള്ള സ്ഥലം. കൈ വെക്കാതെ കയറില്ല കേട്ടോ ഇവിടെ. അയ്യോ, ഇന്ത്യയിലാണ് നിൽക്കണേ. തന്നെയുള്ള വണ്ടി വലിച്ച് കയറില്ല, ഉറപ്പാ. ഇവിടെ ഇരിക്കും. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇത് കാണാൻ വേണ്ടി പോണത്. ബാഗും നമ്മൾ ഊരി വെക്കാൻ പോകുന്നത്. വരെ എത്തിയിട്ടുണ്ട്. ഇത് കയറി പോകണം. വണ്ടി നിൽക്കണമൊക്കെ ഇങ്ങനെ, പക്ഷെ വിടില്ല. ഇത് കയറാതെ നിർത്തുന്നുണ്ട് കാര്യം. കാലിനൊക്കെ മൊത്തം ചെളിയായി ഗൈസ്. നോക്കി വണ്ടി നിൽക്കണം. നിൽപ്പുണ്ടോ? ഇങ്ങനെ ക്യാമറ ഇട്ടാൽ വണ്ടി നിൽക്കണേ ഇങ്ങനെയാ. ടയറ് സീൻ. ഇനി കാണുന്ന കയറ്റം നമ്മൾ ഓടിച്ച് കയറ്റിയ ടാസ്ക് കഴിഞ്ഞു.
മഴ പെയ്താട്ടോ ഗൈസ്, ടാസ്ക്കായി പോയത്. കയറി പോലെ നല്ല തണുപ്പ് ഗൈസ്. മഞ്ഞല്ലേ ഇത്, കിടു വൈബ്. ചെയിൻ ലൂപ്പൊക്കെ കിടപ്പുണ്ടല്ലോ. മഴ പെയ്തിട്ടോ, മഴ പെയ്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഫീലുണ്ട്. വ്യൂ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തം ഫ്രീ ആവും ഗൈസ്, അതാണ്. നമ്മളേതൊരു സ്പോട്ടിൽ വന്നിട്ടുണ്ടോ, നമുക്കിത് താഴത്തേക്ക് മെല്ലെ ഇറങ്ങിപ്പോയി നോക്കാം കേട്ടോ, അവിടെയൊക്കെ എന്താ അവസ്ഥ എന്ന്. കുറച്ച് ഒരു 1-2 സ്പോട്ട് ഇച്ചിരി കഠിനമായിരുന്നു. ഈ റൂട്ട് വരുവാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് ഈ വഴി ഇങ്ങനെ കയറി വരുന്നതായിരുന്നു കേട്ടോ. മെല്ലെ താഴത്തോട്ട് ഇറങ്ങി നോക്കിയാലോ നമുക്ക് എന്താ വൈബെന്ന്. യെസ് ഗൈസ്, ഇപ്പം മഞ്ഞും കൂടി കിടക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങോട്ട് പോകണേ വെച്ച് ഒന്നും ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ സാധാരണ എവിടെയും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ ലൈവ് ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം റേഞ്ചില്ല. മലമണ്ടയിലായിട്ട് റേഞ്ച് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നാണ് മറ്റൊരു സംശയം ഗൈസ്. ഇത് ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഇത് മൈൻഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, പക്ഷേ ചൈനീസ് പോക്കറ്റ് തീരാത്തതുകൊണ്ട് നമ്മളിങ്ങ് പോരാത്തതാണ്. മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഫുള്ള് മഞ്ഞാട്ടോ എൻ്റെ പൊന്നെ. ഈ ഇപ്പം നമ്മൾ പക്ക നമ്മൾ അഡ്വഞ്ചറിലാണ് നിൽക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ക അഡ്വഞ്ചറാട്ടോ.
അഡ്വഞ്ചർ കയറി നിൽക്കണേ. നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ തന്നെയുള്ളൂ ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറൊക്കെ എടുക്കണം ഗൈസ്. കാരണം അഡ്വഞ്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പവർഫുൾ ആവാൻ പറ്റും. സോ നിങ്ങളും ഇതുപോലത്തെ ജേർണി സെലക്ട് ചെയ്യുക. ഓക്കെ, നൈസായിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ പീസായിട്ടിരിക്കാം. ഞാനൊരു വെയിലൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ഇത്രയും മഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. 1.5 മഞ്ഞായിപ്പോയി. ഓ മൈ ഗോഡ്, മുടിയൊക്കെ ചുമ്മാ സീനായി കേട്ടോ. ഈ മഞ്ഞൊന്ന് മാറിയത് അവിടുത്തെ വ്യൂ ഒന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇരിക്കും കേട്ടോ. ബൈക്ക് വേണേൽ നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം ഗൈസ്, പക്ഷേ അതൊരു 1.5 ചലഞ്ചിങ് ആയിരിക്കും. കാരണം നമ്മൾ തന്നെ ഉള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും വലിയൊരു സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ പോലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരില്ല. അപ്പോൾ അത്രയും ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ട്, ഗ്യാങ് ആയിട്ട് വന്നാൽ മതി. ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആട്ടോ. കാരണം വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായാലും എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു മൂഡുണ്ട്. സോ നമുക്ക് കിട്ടിയ ചെറിയൊരു ലൈഫ്, വളരെ ചെറിയൊരു ലൈഫാട്ടത് അല്ലേ, ശരിയല്ലേ? വളരെ ചെറിയൊരു ലൈഫ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. തമിഴ്നാട് പ്രദേശങ്ങളാട്ടോ ഗൈസ്. നോക്കിക്കേ, നല്ല പാറക്കല്ല്. ഇവിടെ ഇരുന്ന് നമുക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആവാനും റെസ്റ്റ് ഫ്രീ ആവാനൊക്കെ നല്ലൊരു പ്ലേസ് ആട്ടോ അത്. ഉച്ചിരക്കുത്ത് കയറി കിടില വൈബ്. എങ്ങനെയുണ്ട് സ്ഥലം? കിടുവല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഉച്ചിരക്കുത്ത് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നൈസ് വൈബായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ നോക്കിയിരുന്നു, ആരും ഇല്ല കേട്ടോ. അപ്പോൾ ആരും തന്നെ ഫ്രീ അല്ല, എല്ലാവരും തന്നെ ബിസിയാണ് ഗൈസ്. എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, വഴി കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ചാനലിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ലൈക്ക് വളരെ കുറവാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ലൈക്കില്ല, കമൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വേറെ കുറേ തിണ്ടികൾ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ അടിച്ചിട്ടാണ് ഞാൻ അതും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ മന്ത്ലി ഏതായാലും ഒരു 1 വീഡിയോ, നല്ല ഹെവി വീഡിയോ ഒരെണ്ണം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ബൈക്കേഴ്സിന് പറ്റിയ വീഡിയോസ് വരുന്നുണ്ട്, പിന്നെ ഫുഡ്, ട്രാവൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഇനിയും കാണാതെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അമൽ തുളസീധരൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.